ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് മുയ്യൻ കോഴി. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അതിനുവേണ്ടി ജാറെടുത്ത് കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്ക് ചതക്കിയിട്ട് വരാം. അരച്ച് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്കി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മട്ടൺ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 മാഗിൻ്റെ ക്യൂബ്, ആവശ്യത്തിന് ഉപ്പ്. മാഗിൻ്റെ ക്യൂബ് ഇട്ടുകൊണ്ട് അത്രയും ഉപ്പ് വേണ്ടി വരിക. കുറച്ച് സോയാ സോസ്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് പരക്കുകയാണ്. ഇവിടെ നമ്മൾ മുയ്യൻ കോഴി പരക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. മിനിമം 4 മണിക്കൂർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇടാം. കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു ബിസിലിൽ ഇത് അടിച്ചെടുക്കാം. ഒരു ബിസിൽ അടിഞ്ഞപാടന്നെ ഓഫാക്കിയതാണ്. ഇപ്പോൾ ഇനി നമുക്ക് എയർ ഫ്രയർ ഇട്ടൊന്ന് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മുയ്യൻ കോഴി റെഡിയായിരിക്കുകയാണ്. ഈ മസാലയ്ക്ക് വേണ്ട സാധനം നോക്കാം. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതെല്ലാം ഒരു കണക്കിന് എടുത്താൽ മതി. ഒരു ഉള്ളിയോ തക്കാളിയോ 3-4 പച്ചമുളക് 2 മതി, വെളുത്തുള്ളി ഒരു 3-4 വേണം, കറിവേപ്പിലും മല്ലിച്ചപ്പ് ഒരു കണക്കിന്. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതിൽ പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് വാട്ടാം. അടുത്തതായി ഉള്ളി ഇടാം, തക്കാളി ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളമുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഇടണേ. ഇതിലേക്ക് കറിവേപ്പിലിടാം. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. ഇതെല്ലാം മസാലയെല്ലാം പിടിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒരു 15-20 മിനിറ്റ് വെക്കാം. ചെറിയ തീയിലാണ് വെക്കേണ്ടത്. അന്നേരം നല്ലോണം മസാല ഇറങ്ങിയിട്ട് അതിൻ്റെ ടേസ്റ്റും എല്ലാം വരും. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫാക്കി. അപ്പോൾ നമ്മളിവിടെ മുയ്യൻ കോഴി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.